എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ശ്രീനാരായണ ഗുരു. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരു. എന്നാൽ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ആര്? ശ്രീനാരായണ ഗുരു. എന്നാൽ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ്. ഗുരുദേവൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പൊതുവെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നൊരു പേരാണ് ഗുരുദേവൻ. 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ഗുരുദേവൻ ജനിച്ചത്. 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ഗുരുദേവൻ ജനിക്കുന്നത്. മാടനാശാനും കുട്ടിയമ്മയുമാണ് മാതാപിതാക്കൾ. മാടനാശാനും കുട്ടിയമ്മയുമാണ് മാതാപിതാക്കൾ. രാമൻ പിള്ള ആശാനായിരുന്നു ആദ്യകാലത്തെ ഗുരു. രാമൻ പിള്ള ആശാനായിരുന്നു ആദ്യകാലത്തെ ഗുരു. ആദ്യകാലത്ത് നാണു ആശാൻ എന്ന പേരിലും ശ്രീനാരായണ ഗുരു അറിയപ്പെട്ടിരുന്നു. ആദ്യകാലത്ത് നാണു ആശാൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന കേരള നവോത്ഥാന നായകൻ ആര് എന്നൊരു ചോദ്യം വന്നാൽ ശ്രീനാരായണ ഗുരു എന്നാണ് അതിൻ്റെ ഉത്തരം. നെയ്യാറ്റിൻകരയ്ക്കടുത്ത് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് 1888 ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. നെയ്യാറ്റിൻകരയ്ക്കടുത്ത് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1888. ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888. 1895 ബാംഗ്ലൂരിൽ വെച്ച് ഡോക്ടർ പൽപ്പുവുമായി കണ്ടുമുട്ടി. ഡോക്ടർ പൽപ്പുവുമായി കണ്ടുമുട്ടിയ വർഷമാണ് 1895. 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവൽക്കരിച്ചു. ഇതാണ് പിന്നീട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന് പ്രേരണയായത്. അപ്പോൾ 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവൽക്കരിച്ചു. ഇതാണ് പിന്നീട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന് പ്രേരണയായത്. അടുത്തതായിട്ട് 1903 മെയ് 15 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത്. SNDP സ്ഥാപിതമായത് വർഷം 1903 മെയ് 15. SNDPയുടെ ആദ്യ പ്രസിഡൻ്റ് ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവും ആദ്യ സെക്രട്ടറി ആരായിരുന്നു? കവി കുമാരനാശാനുമായിരുന്നു. SNDPയുടെ ആദ്യ പ്രസിഡൻ്റ് ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവും ആദ്യ സെക്രട്ടറി ആരായിരുന്നു? മഹാകവി കുമാരനാശാനുമായിരുന്നു. 1904 കുമാരനാശാൻ്റെ പത്രാധിപത്യത്തിൽ മുഖപത്രമായ വിവേകോദയവും തുടങ്ങി. 1904 വിവേകോദയം തുടങ്ങുന്നത്. ആരുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് ചോദിച്ചാൽ കുമാരനാശാൻ്റെ നേതൃത്വത്തിലായിരുന്നു. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോട് ക്ഷേത്രത്തിലാണ്. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോട് ക്ഷേത്രത്തിലാണ്. ഈഴവരുടെ സാമൂഹിക പരിഷ്കരണത്തിനും ഗുരു ഊന്നൽ നൽകിയിരുന്നു. ഈഴവരുടെ സാമൂഹിക പരിഷ്കരണത്തിനും ഗുരു ഊന്നൽ നൽകിയിരുന്നു. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, കെട്ടുകല്യാണം തുടങ്ങിയവയ്ക്ക് അന്ത്യമായത് ഗുരുദേവൻ്റെ പ്രവൃത്തികൾ മൂലമാണ്. ഒന്നുകൂടെ പറയുന്നു. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, കെട്ടുകല്യാണം എന്നിവയ്ക്ക് അന്ത്യമായത് ഗുരുദേവൻ്റെ പ്രവർത്തനങ്ങൾ മൂലമാണ്. വർക്കലയിലെ കുന്നിൻപുറമായിരുന്നു ഗുരുദേവൻ്റെ പ്രധാന പ്രവർത്തന കേന്ദ്രം. കുന്നിന് ശിവഗിരി എന്ന പേരും നൽകിയിട്ടുണ്ട്. വർക്കലയിലെ കുന്നിൻപുറമായിരുന്നു ഗുരുദേവൻ്റെ പ്രധാന പ്രവർത്തന കേന്ദ്രം. കുന്നിന് ശിവഗിരി എന്ന പേരും നൽകിയിട്ടുണ്ട്. കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണേത്? ശിവഗിരി. ഇന്ന് കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രത്തിലൊന്നാണ് ശിവഗിരി. 1909 ശിവഗിരി ശാരദാമഠം സ്ഥാപിക്കുന്നതും 1903 ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിക്കുന്നതും. 1924 ആലുവയിൽ അദ്വൈത ആശ്രമത്തിൽ വെച്ച് സർവ്വമത സമ്മേളനവും നടന്നു. 1924 ആലുവയിൽ അദ്വൈത ആശ്രമത്തിൽ വെച്ച് സർവ്വമത സമ്മേളനവും നടന്നു. 1924 ആലുവയിൽ അദ്വൈത ആശ്രമത്തിൽ വെച്ച് സർവ്വമത സമ്മേളനം നടക്കുന്നത്. 1922 ടാഗോറും 1925 ഗാന്ധിജിയും ശിവഗിരിയിൽ വെച്ച് ഗുരുദേവനെ കണ്ടു.
1922 ടാഗോറും 1925 ഗാന്ധിജിയും ശിവഗിരിയിൽ വെച്ച് ഗുരുദേവനെ കണ്ടു. 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ വെച്ച് ഗുരു സമാധിയായി. 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ വെച്ച് ഗുരു സമാധിയാകുന്നത്. 1856 ഓഗസ്റ്റ് 20 ഗുരുദേവൻ ജനിക്കുന്നതും എന്നാൽ സമാധിയായ വർഷം 1928 സെപ്റ്റംബർ 20 ഇത് പരസ്പരം തിരിഞ്ഞു പോകരുത്. 1856 ഓഗസ്റ്റ് 20 ജനനവും 1928 സെപ്റ്റംബർ 20 സമാധിയും. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ശ്രീനാരായണ ഗുരുവിലൂടെ പ്രസിദ്ധമായി തീർന്നു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ശ്രീനാരായണ ഗുരുവിലൂടെ പ്രസിദ്ധമായി തീർന്നു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നിവ ഗുരുദേവൻ കേരള ജനതയ്ക്ക് നൽകിയ സന്ദേശങ്ങളാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക, മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നിവ ഗുരുദേവൻ കേരള ജനതയ്ക്ക് നൽകിയ സന്ദേശങ്ങളാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടായിരുന്നു ഗുരുവിൻ്റെ ആദ്യ രചന. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടായിരുന്നു ഗുരുവിൻ്റെ ആദ്യത്തെ രചന. ആത്മോപദേശ ശതകം, ദൈവദശകം, ജാതി മീമാംസ, കാളി നാടകം എന്നിവ ഗുരുദേവൻ്റെ വിഖ്യാത ഗ്രന്ഥങ്ങളാണ്. ആത്മോപദേശ ശതകം, ദൈവദശകം, ജാതി മീമാംസ, കാളി നാടകം എന്നിവ ഗുരുദേവൻ്റെ വിഖ്യാത ഗ്രന്ഥങ്ങളാണ്. എന്നാൽ ഗുരുവിൻ്റെ ആദ്യ രചന ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അരുവിപ്പുറവും ശാരദാമഠവും ഉൾപ്പെടെ 43ഓളം ക്ഷേത്രങ്ങൾക്ക് ഗുരുദേവൻ പ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ചുവെന്ന് കരുതപ്പെടുന്നു. എല്ലാ ക്ഷേത്രങ്ങൾക്കുമൊപ്പം വിദ്യാലയങ്ങളും വേണമെന്ന് ഗുരുവിന് നിർബന്ധമുണ്ടായിരുന്നു. ഒപ്പം വ്യവസായശാലകളും ലൈബ്രറിയും ഉണ്ടായാൽ നന്നാവും എന്ന് ഗുരുദേവൻ പറയാറുണ്ടായിരുന്നു. അരുവിപ്പുറം ശാരദാമഠം ഉൾപ്പെടെ 43ഓളം ക്ഷേത്രങ്ങൾക്ക് ഗുരുദേവൻ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചുവെന്ന് കരുതപ്പെടുന്നു. എല്ലാ ക്ഷേത്രങ്ങൾക്കുമൊപ്പം വിദ്യാലയങ്ങളും വേണമെന്ന് ഗുരുദേവൻ നിർബന്ധമുണ്ടായിരുന്നു. ഒപ്പം വ്യവസായശാലയും ലൈബ്രറിയും ഉണ്ടായാൽ നന്നാവും എന്ന് ഗുരുദേവൻ പറയാറുണ്ടായിരുന്നു. കളവൻകോട്, വെച്ചൂർ, ഉല്ലല, കാരമുക്ക്, മുരുക്കുംപുഴ എന്നിവിടങ്ങളിൽ വിഗ്രഹങ്ങളല്ല കണ്ണാടികളാണ് ഗുരുദേവൻ സ്ഥാപിച്ചത്. കളവൻകോട്, വെച്ചൂർ, ഉല്ലല, കാരമുക്ക്, മുരുക്കുംപുഴ എന്നിവിടങ്ങളിൽ കണ്ണാടി പ്രതിഷ്ഠയാണ് നടത്തിയത്. വിഗ്രഹ പ്രതിഷ്ഠകൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. തൻ്റെ സന്ദേശങ്ങളുടെ പ്രചരണാർത്ഥം ശ്രീലങ്കയും ഗുരുദേവൻ സന്ദർശിച്ചിരുന്നു. ശ്രീനാരായണ ഗുരു സഞ്ചരിച്ച വിദേശ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ശ്രീലങ്കയാണ്. ഒരു വിദേശ രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട മലയാളി ആര് എന്ന് ചോദിച്ചാലും ശ്രീനാരായണ ഗുരുവാണ് ഉത്തരം. ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, നടരാജഗുരു, നിത്യചൈതന്യയതി എന്നിവർ ഗുരുവിൻ്റെ ശിഷ്യരിൽ പ്രമുഖരാണ്. ഒരിക്കൽ കൂടി പറയുന്നു. ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, നടരാജഗുരു, നിത്യചൈതന്യയതി എന്നിവർ ഗുരുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖരാണ്.